ശ്രീ എം കെ മുനീർ നമുക്കൊപ്പം ഉണ്ട്. എങ്ങനെ ഓർമ്മിക്കണം എന്നൊന്നും എനിക്ക് പറയാനില്ല. CHുമായി ബന്ധപ്പെട്ടുള്ള ഒരു അടുത്ത ബന്ധമുണ്ടായിരുന്നു MTക്ക്. അതിൻ്റെ അപ്പുറത്തുള്ള അതിൻ്റെ തുടർച്ചയായ തലമുറയിൽ നിന്ന് എം കെ മുനീർ വരുമ്പോൾ എഴുത്ത് എന്നത് നിങ്ങളെ ഘടിപ്പിച്ച ബന്ധമായിരുന്നു. അതെ, എൻ്റെ പിതാവുമായിട്ട് തന്നെ വലിയ ബന്ധമായിരുന്നു. അന്ന് MT മാതൃഭൂമിയിൽ കൃഷ്ണവാര്യരുടെ കീഴിൽ സബ് എഡിറ്ററായി നിൽക്കുന്ന സമയത്ത് എൻ്റെ പിതാവ് MK അത്തോളി എന്ന പേരിൽ സാഹിത്യ നിരൂപണം മാതൃഭൂമിയിൽ നടത്തിയിരുന്നു. അത് മുഴുവൻ എത്തിച്ചു കൊടുക്കുന്നത് MTക്കായിരുന്നു. MT ആണ് അത് നോക്കിയിട്ട് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ അതിനെക്കുറിച്ച് അത് എഴുതിയിട്ടുമുണ്ട്. കൃത്യമായി പുസ്തകം അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിന് നിരൂപണം എഴുതി തരുന്നതിനെക്കുറിച്ച് അദ്ദേഹം ഒരു ലേഖനത്തിൽ എഴുതിയിട്ടുമുണ്ട്. പിന്നെ ഇവർ ഒരുമിച്ച് അന്ന് തീവണ്ടി യാത്രകൾ ചെയ്തതും എൻ്റെ പിതാവ് ഭക്ഷണം അദ്ദേഹത്തിന് കൊടുക്കുന്നതും ഒക്കെ അതിനകത്ത് അദ്ദേഹം വലിയൊരു സ്നേഹവായ്പോടു കൂടി പറഞ്ഞിട്ടുണ്ട്. ആ സ്നേഹം അദ്ദേഹം ശരിക്കും എനിക്ക് പകർന്നു തന്നിരുന്നു. പഠിക്കുന്ന കാലത്ത് എഴുത്തിൻ്റെ അസുഖമുള്ള മുനീറിന് എങ്ങനെയായിരുന്നു MT? അല്ല, പഠിക്കുന്ന കാലത്ത് ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് മലയാളത്തിൻ്റെ അന്ന് പഠിക്കാനുണ്ടായിരുന്ന ടെക്സ്റ്റ് എന്ന് പറയുന്നത് 4 കെട്ടാണ്. പിന്നെ സിത്താര എൻ്റെ കൂടെ ഞങ്ങളെ ഒരുമിച്ചിരുന്നിട്ടാണ് 4 കെട്ട് എന്ന് പറയുന്ന പുസ്തകം പഠിക്കുന്നത്. കാരണം ഞങ്ങൾക്ക് അധ്യാപകൻ എടുത്തു തരുന്നത് ഒരേ ക്ലാസ്സിലിരുന്നിട്ടാണ്. അപ്പോഴേ നമുക്ക്